ഇന്ന് നമ്മളെ കോഴികൾക്ക് കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ അടുത്തുള്ള അമ്മമാരും അല്ലെ ചേച്ചിമാരൊക്കെ ഗോതമ്പൊക്കെ തരാറുണ്ട്. അപ്പോൾ എന്തായാലും അവരിപ്പോ കുറച്ച് പഴകിയ ഗോതമ്പും അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം കേട് വരാനൊക്കെ ആയ ഗോതമ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരിക. ചിലപ്പോൾ ചില ആൾക്കാർ നല്ല ഗോതമ്പ് തരും. അപ്പൊ നല്ല ഗോതമ്പൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പൂപ്പൽ വന്നതോ അല്ലെങ്കിൽ കേട് വന്ന ഗോതമ്പൊക്കെ ആണെങ്കിലും ഞാനിവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ലതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. പിന്നെ പൂപ്പുള്ള ഗോതമ്പൊക്കെ കൊടുക്കുമ്പോൾ അസുഖങ്ങളൊക്കെ വരും. പിന്നെ എല്ലാ കോഴികളും കഴിക്കില്ല, ചെറിയ കോഴികളും വലിയ കോഴികളും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഗോതമ്പ് കഴുകിയിട്ട് കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇതിലെ പൂപ്പലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇനിയിപ്പോ ഈ ഒരു ചൂട് സമയത്ത് നമ്മളെ ഗോതമ്പ് ഇങ്ങനെ കഴുകിയിട്ട് ഒന്ന് വെറുതെ ഇങ്ങനത്തെ ഒരു ബക്കറ്റിലൊക്കെ ഇട്ട് കുറച്ച് ഒരു ദിവസമൊക്കെ അല്ലെ രാത്രി അല്ലെ വൈകുന്നേരം സമയങ്ങളിൽ കുറച്ച് സമയമൊക്കെ ഇട്ടിട്ട് ഗോതമ്പൊക്കെ ഒന്ന് ചീർത്ത് വരുമ്പം നമ്മളത് എന്താ പറയാ നല്ലതുപോലെ കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ തോർന്നു പോകാൻ കണക്കാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കോഴികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ ഒരു 4-5 ദിവസത്തേക്കുള്ള ഒരു ഗോതമ്പ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗോതമ്പ് കഴിച്ച് നമ്മുടെ കോഴികൾക്ക് ഒരു മടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഡെയിലി ഗോതമ്പ് എടുത്തിട്ട് പിന്നെ ഗോതമ്പ് ഇതേപോലെ മുളപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തി കൊടുത്താലൊക്കെ ദഹനക്കേടിന് നല്ലതാണ്. പിന്നെ മുട്ട ഉൽപാദനത്തിന് നല്ലതാട്ടോ. പിന്നെ ഒന്നും കൂടി മുളപ്പിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കോഴികൾ നല്ലതുപോലെ മുട്ടയിടും കേട്ടോ. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ കോഴികളൊക്കെ നന്നായിട്ട് മുട്ടയിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഇൻക്യുബേറ്റർ ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനൽ തന്നെ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ.